എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റർ അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നാച്ചുറൽ സയൻസിൽ രണ്ടാമത്തെ ടോപ്പിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സെക്കൻഡ് ടോപ്പിക് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, ഹിസ്റ്ററി, 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, ഡിഫറെന്റ് കിങ്ഡംസ്, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഐക്കൺസ്, വൈറസസ്. ഇത്രയാണ് നമുക്ക് സിലബസിൽ തന്നിരിക്കുന്ന ടോപ്പിക് സെക്കൻഡ് യൂണിറ്റിൽ. എന്താണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, എന്താണ് ക്ലാസിഫിക്കേഷന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. എന്താണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ പ്രോസസ് ഓഫ് ഗ്രൂപ്പിംഗ് ഓർഗാനിസം അക്കോർഡിംഗ് ടു സർട്ടൻ സിമിലാരിറ്റീസ്. ചില സിമിലാരിറ്റീസിന്റെ ബേസിസിൽ ഓർഗാനിസത്തിനെ ഗ്രൂപ്പ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഹിസ്റ്ററി അല്ലെങ്കിൽ ഈ ക്ലാസിഫിക്കേഷൻ എപ്പോഴാണ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് വാസ് ഫസ്റ്റ് ഡൺ ബൈ അരിസ്റ്റോട്ടിൽ. ആരാണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത്? ആരാണ്? അരിസ്റ്റോട്ടിൽ. അരിസ്റ്റോട്ടിൽ വാസ് ദ ഏർലിയസ്റ്റ് ടു അറ്റംപ്റ്റ് എ മോർ സയന്റിഫിക് ബേസിസ് ഫോർ ക്ലാസിഫിക്കേഷൻ. ഹി യൂസ് സിമ്പിൾ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ്. അദ്ദേഹം എന്താ ചെയ്ത് ചെറിയ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന മോർഫോളജിക്കൽ അല്ലെങ്കിൽ ഫിനോട്ടിപ്പിക്കൽ ഫീച്ചേഴ്സ് വെച്ചിട്ടാണ് ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്തത്. എങ്ങനെ ക്ലാസിഫൈ ചെയ്തു? ഹി ക്ലാസിഫൈ പ്ലാന്റ്സ് ഓൺ ദ ബേസിസ് ഓഫ് സിമ്പിൾ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് ആസ് or into ട്രീസ്, shrubs ആൻഡ് herbs. മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സിന്റെ ബേസിസിൽ പ്ലാന്റ്സിനെ ട്രീസ്, shrubs ആൻഡ് herbs എന്ന് ഗ്രൂപ്പ് ചെയ്തു. അതുപോലെ അദ്ദേഹം അനിമൽസിനെയും 2 ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തു. എങ്ങനെയായിരുന്നു? those which had red blood and those that did not. റെഡ് കളർ ബ്ലഡ് ഉള്ള അനിമൽസിനെ ഒരു ഗ്രൂപ്പിലും ദെൻ അങ്ങനെ റെഡ് കളർ ഒന്നും ഇല്ലാത്ത ഗ്രൂപ്പിനെ വേറൊരു കാറ്റഗറിയിലും ഉൾപ്പെടുത്തി. സോ അരിസ്റ്റോട്ടിലാണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം തന്നെ സ്റ്റാർട്ട് ചെയ്തത്. എങ്ങനെയായിരുന്നു അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത്? പ്ലാന്റ്സിനെ അതിന്റെ മോർഫോളജിക്കൽ ഫീച്ചേഴ്സിന്റെ ബേസിസിൽ ട്രീസ്, shrubs, herbs എന്ന് ക്ലാസിഫൈ ചെയ്തു. അതുപോലെ അനിമൽസിനെ ദോസ് വിത്ത് റെഡ് ബ്ലഡ് ആൻഡ് ദോസ് ദാറ്റ് ഡിഡ് നോട്ട് എന്നുള്ള 2 കാറ്റഗറിയിലും ഉൾപ്പെടുത്തി. നെക്സ്റ്റ് കമ്മിങ് ലിനേയസ്. അല്ലെ, ലിനേയസ് എന്നുള്ള പേര് നമുക്ക് പരിചയമല്ലേ? ബയോളജിക്കൽ നെയിമിംഗ് അല്ലെങ്കിൽ നോമൻക്ലേച്ചറിലൊക്കെ നല്ലൊരു സംഭവമാണ് തന്ന, അല്ലെങ്കിൽ ഫാദർ ഓഫ് സിസ്റ്റമാറ്റിക്സ് ഒക്കെ അറിയപ്പെടുന്ന ആരാണ്? ഇറ്റ് ഈസ് ലിനേയസ്. Then Linnaeus proposed a 2 kingdom classification. Linnaeus proposed ചെയ്ത ക്ലാസിഫിക്കേഷൻ സിസ്റ്റം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? 2 kingdom classification. According to him, he classified organism as kingdom Animalia and Plantae. അദ്ദേഹം ഓർഗാനിസത്തിനെ, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓർഗാനിസത്തിനെ 2 ഗ്രൂപ്പിലാണ് കാറ്റഗറൈസ് ചെയ്തത്, അല്ലെങ്കിൽ 2 ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്തിയത്. എങ്ങനെയൊക്കെയാണ്? അനിമൽസിനെ കിങ്ഡം അനിമേലിയയിലും അതുപോലെ പ്ലാന്റ്സിനെ കിങ്ഡം പ്ലാന്റ്. ഇങ്ങനെ 2 കിങ്ഡം ആണ് ലിനേയസിന്റെ ക്ലാസിഫിക്കേഷനിൽ ഉണ്ടായിരുന്നത്. Then there were certain limitations. എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്? It does not distinguish between eukaryotes and prokaryotes. Eukaryotes എന്നും prokaryotes എന്നും ക്ലാസിഫിക്കേഷൻ ഇല്ലായിരുന്നു, അല്ലെ? എന്താണ് യൂക്കാരിയോട്സ്? ഡെഫിനിറ്റ് ന്യൂക്ലിയസും സെല്ലുലാർ സ്ട്രക്ചേഴ്സ് ഒക്കെ ഉള്ള, അതുപോലെ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ഒക്കെ ഉള്ള ഓർഗാനിസത്തിന്റെ ഗ്രൂപ്പിനെയാണ് യൂക്കാരിയോട്സ് എന്ന് പറയുന്നത്. പ്രൊക്കാരിയോട്സ് എന്ന് പറഞ്ഞാൽ അവിടെ ഡെഫിനിറ്റ് ന്യൂക്ലിയസ്, മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ഒന്നും നമുക്ക് കാണാനായിട്ട് പറ്റില്ല. അതുപോലെ യൂണിസെല്ലുലാർ, മൾട്ടിസെല്ലുലാർ ഓർഗാനിസംസ് ഒക്കെ ഒരൊറ്റ ഗ്രൂപ്പിൽ വന്നു. ഫോട്ടോസിന്തറ്റിക്കിനെയും നോൺ ഫോട്ടോസിന്തറ്റിക്കിനെയും ഒന്നും ക്ലാസിഫൈ ചെയ്തില്ല. ഇതൊക്കെയായിരുന്നു ലിനേയസിന്റെ പോരായ്മകൾ. അപ്പൊ ലിനേയസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ്. ഹി ക്ലാസിഫൈഡ് ഓർഗാനിസം ഇൻ ടു 2 ഗ്രൂപ്പ്സ് നെയ്മഡ് കിങ്ഡം അനിമേലിയ ആൻഡ് കിങ്ഡം പ്ലാന്റേ. നോക്കുക എങ്ങനെയൊക്കെയാണ് കിങ്ഡം പ്ലാന്റേ, അനിമേലിയ എന്ന് ഗ്രൂപ്പ് ചെയ്തത്. സെൽ വാളിന്റെ പ്രസൻസ്, സെൽ വാൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി? പ്ലാന്റേ. അനിമൽസിൽ സെൽ വാൾ ആബ്സെന്റ് ആണ്. ലോക്കോമോഷൻ ആബ്സെന്റ് ആയതൊക്കെ പ്ലാന്റ്സ് ആക്കി, ലോക്കോമോഷൻ പ്രസന്റ് ആയതൊക്കെ അനിമൽസ് ആക്കി. ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ, അതായത് ഫോട്ടോസിന്തറ്റിക് എബിലിറ്റി ഉള്ളതെല്ലാം ഒരു ഗ്രൂപ്പില്. ദെൻ ഹെറ്ററോട്രോപിക്, അതായത് ഫുഡ് ഇൻജസ്റ്റ് ചെയ്ത് കഴിക്കുന്നവരാണ് കിങ്ഡം അനിമൽസിൽ ഉൾപ്പെടുത്തിയേ. എക്സാമ്പിൾസ് നോക്കിയാൽ മാംഗോ ട്രീ, ആൽഗ ഒക്കെ പ്ലാന്റ്സ് എന്ന് പറഞ്ഞ ഒരൊറ്റ കിങ്ഡത്തിൽ വന്നു. അനിമേലിയ നോക്കിയാൽ ലയൺ, അമീബ എന്നൊക്കെ പറയുന്നത് ഒരൊറ്റ ഗ്രൂപ്പിൽ വന്നു. ദെൻ ഇതിന്റെ ഡിസ്റ്റിങ്ഷൻ അല്ലെങ്കിൽ ലിമിറ്റേഷൻ എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നതാണ്. യൂണിസെല്ലുലാർ, മൾട്ടിസെല്ലുലാർ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്തില്ല. പ്രൊക്കാരിയോട്സ്, യൂക്കാരിയോട്സ് നമ്മൾ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്തില്ല. ഫോട്ടോസിന്തറ്റിക്, നോൺ ഫോട്ടോസിന്തറ്റിക് എന്നൊന്നും ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്തിട്ടില്ല. മിസ്ക്ലാസിഫൈഡ് ഓർഗാനിസം, യുഗ്ലീന, ബാക്ടീരിയ, ഫംഗ, ഇതൊക്കെ പ്ലാന്റ്സിൽ തന്നെയാണ് ഉൾപ്പെടുത്തിയത്. Next coming to the 5 kingdom classification, most accepted kingdom classification system ആണ്
ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഇത് പ്രപ്പോസ് ചെയ്തത് RH വിറ്റാക്കർ. ആരാണ് പ്രപ്പോസ് ചെയ്തത്? 1969 RH വിറ്റാക്കർ ആണ് ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞ സിസ്റ്റം പ്രപ്പോസ് ചെയ്തത്. ഹി ക്ലാസിഫൈഡ് ഓർഗാനിസം ഇൻ ടു 5 കിങ്ഡം. ഓർഗാനിസത്തിനെ 5 കിങ്ഡത്തിലാണ് ഉൾപ്പെടുത്തിയത്. ഏതൊക്കെയായിരുന്നു കിങ്ഡം? കിങ്ഡം മൊണീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ് ആൻഡ് അനിമേലിയ. ഇങ്ങനെയൊക്കെയാണ് മൊണീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ് ആൻഡ് അനിമേലിയ. ദ മെയിൻ ക്രൈറ്റീരിയ ഫോർ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിയിരിക്കുന്നത് ക്ലാസിഫിക്കേഷൻ എടുത്തിരിക്കുന്ന ക്രൈറ്റീരിയ എന്ന് പറയുന്നത് സെൽ സ്ട്രക്ചർ നോക്കി, സെൽ സ്ട്രക്ചർ നോക്കിയിട്ടുണ്ട്. അതുപോലെ ബോഡി ഓർഗനൈസേഷൻ, ബോഡി ഓർഗനൈസേഷൻ എങ്ങനെയാണ്, മോഡ് ഓഫ് ന്യൂട്രീഷൻ, റിപ്രൊഡക്ഷൻ ആൻഡ് ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്. ഇതിന്റെയൊക്കെ ബേസിസിലാണ് ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ നടത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ്? സെല്ലുലാർ സ്ട്രക്ചർ, ബോഡി ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, റിപ്രൊഡക്ഷൻ ആൻഡ് ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്. സോ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ് പറയുന്നത്. എങ്ങനെയാണ് ഓർഗാനിസത്തിനെ ആദ്യം തന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തത്. എങ്ങനെയാണ്? പ്രോകാരിയോട്സ് ആൻഡ് യൂകാരിയോട്സ്. ഇതിന്റെ ബേസിസിലാണ് സിമ്പിൾ സെൽസ്, അതുപോലെ നോ ട്രൂ ന്യൂക്ലിയസ് ആൻഡ് ഹാവ് ന്യൂക്ലിയസ്. അപ്പൊ ഓർഗാനിസത്തിനെ ന്യൂക്ലിയസിന്റെയും സെല്ലുലാർ ഓർഗാനിസത്തിന്റെയും ബേസിസിൽ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു, പ്രോകാരിയോട്സും യൂകാരിയോട്സും. ദെൻ പ്രോകാരിയോട്സ് നോക്കിക്കഴിഞ്ഞപ്പോഴോ പ്രോകാരിയോട്സിൽ ഒരൊറ്റ കിങ്ഡം ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, കിങ്ഡം മൊണീറ. കിങ്ഡം മൊണീറ. എല്ലാ ബാക്ടീരിയയും ഏതിൽ വരും? ഈ കിങ്ഡം മൊണീറയിൽ വരും. ദെൻ യൂകാരിയോട്സിൽ വീണ്ടും സെൽ സ്ട്രക്ചർ നോക്കിയപ്പോ സെൽ വോൾ ഉള്ളതും ഉണ്ട്, സെൽ വോൾ ഇല്ലാത്തതും ഉണ്ട്. അപ്പൊ അതിനെ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്തു. സെൽ വോൾ ഉള്ളതിൽ നോക്കിക്കഴിഞ്ഞപ്പോഴോ ഫോട്ടോസിന്തറ്റിക്, ഓട്ടോട്രോപ്പിക് ആയതുകൊണ്ട് മറ്റുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഹെറ്ററോട്രോപ്സും ഉണ്ട്. അതിന് രണ്ട് കാറ്റഗറി. ദെൻ ഓട്ടോട്രോപ്സിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ അത് പ്ലാന്റ്സ് എന്നുള്ള കിങ്ഡം ആക്കി. ഫോട്ടോസിന്തറ്റിക് എബിലിറ്റി ഉള്ള ഓർഗാനിസത്തിനെയൊക്കെ പ്ലാന്റ് എന്ന് പറയുന്ന കിങ്ഡത്തിൽ ഉൾപ്പെടുത്തി. സെൽ വോൾ ഉള്ള പക്ഷെ ഹെറ്ററോട്രോപ്സിനെ എന്തിൽ ഉൾപ്പെടുത്തി? ഫഞ്ചൈ എന്നുള്ള ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. ദെൻ ഇവിടെ നോ സെൽ വോൾ നോക്കിക്കഴിഞ്ഞപ്പോൾ അതിലും യൂണിസെല്ലുലാറും ഉണ്ട്, മൾട്ടി സെല്ലുലാറും ഉണ്ട്. യൂണിസെല്ലുലാർ യൂകാരിയോട്സിനെയൊക്കെ പ്രോട്ടിസ്റ്റ് എന്നുള്ള ഗ്രൂപ്പിലും മൾട്ടി സെല്ലുലാറിനെ അനിമൽസ് എന്നുള്ള കാറ്റഗറിയിലും ഇൻക്ലൂഡ് ചെയ്തു. സോ കിങ്ഡം മൊണീറ, പ്ലാന്റ്സ്, ഫഞ്ചൈ, പ്രോട്ടിസ്റ്റ് ആൻഡ് അനിമൽസ്. കിങ്ഡം മൊണീറ, കിങ്ഡം പ്ലാന്റ്, കിങ്ഡം ഫഞ്ചൈ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം അനിമേലിയ. മൊണീറയിലെ മെയിൻ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ബാക്ടീരിയ ആണ്. പ്ലാന്റ്സിൽ മോസസ്, ഫേൺസ് അതുപോലെയുള്ള പ്ലാന്റ്സ് വരുന്നുണ്ട്. ഫഞ്ചയില് ഈസ്റ്റ്, മോൾഡ്, മഷ്റൂംസ്. ദെൻ പ്രോട്ടിസ്റ്റയിലാണ് അമീബ, ആൽഗെ ഒക്കെ വരുന്നത്. ദെൻ അനിമൽസിൽ ഇൻസെക്ട്സ്, ഫിഷ്, ബാക്കിയുള്ള അനിമൽസ് ഒക്കെ വരുന്നുണ്ട്. ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫൈവ് കിങ്ഡം നോക്കുക. ക്യാരക്ടേഴ്സ് ഏതൊക്കെ ക്യാരക്ടേഴ്സ് ആണ് നോക്കിയിരുന്നത്? സെൽ ടൈപ്പ്, സെൽ വോള്, ന്യൂക്ലിയർ മെംബ്രെയിൻ, ബോഡി ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ. ഈ ബോക്സ് പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ ടേബിൾ പഠിച്ചിരിക്കുക കേട്ടോ. എത്ര ക്ലാസ് ആണ്? 5 ക്ലാസ്. കിങ്ഡം മൊണീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ് ആൻഡ് അനിമേലിയ. സെൽ ടൈപ്പ് മൊണീറൻസ് എന്താണ്? പ്രോകാരിയോട്ട്. ഒരൊറ്റ പ്രോകാരിയോട്ടിക് കിങ്ഡേ ഉള്ളൂ, അതേതാണ് ഈസ് കിങ്ഡം മൊണീറ. ദെൻ വരുന്ന പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമേലിയ ഇതെല്ലാം തന്നെ യൂകാരിയോട്സ് ആണ്. പ്രോകാരിയോട്ടും യൂകാരിയോട്ടും ഒക്കെ അറിയാലോ അല്ലേ? പ്രോകാരിയോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസും അതുപോലെയുള്ള സെൽ ഓർഗനൽസും. മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസ് ഒന്നും കാണാനായിട്ട് സാധിക്കില്ല. ദെൻ ഈ വരുന്ന യൂകാരിയോട്സ് എന്ന് പറഞ്ഞാൽ അവിടെ ഡെഫിനിറ്റ് ന്യൂക്ലിയസ്, മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ദെൻ സെൽ വോൾ നോക്കാം. മൊണീറൻസിന്റെ കേസിൽ സെൽ വോൾ എങ്ങനെയാണ്? നോൺ സെല്ലുലോസിക്, നോൺ സെല്ലുലോസിക് ആയിട്ടുള്ള സെൽ വോൾ ആണ്, വിച്ച് ഈസ് കമ്പോസ്ഡ് ഓഫ് പോളിസാക്രൈഡ്സ് ആൻഡ് അമിനോ ആസിഡ്. പോളിസാക്രൈഡ്സും അമിനോ ആസിഡ്സും ചേർന്നിട്ടുള്ള സെൽ വോൾ ആണ്. ദെൻ പ്രോട്ടിസ്റ്റൻസിൽ എങ്ങനെയാണ് സെൽ വോൾ എന്ന് പറയുന്നത്? ചിലതിൽ കാണുന്നുണ്ട്. ഫഞ്ചയില് സെൽ വോൾ ഉണ്ട്, ബട്ട് പ്രസന്റ് വിത്ത് കൈറ്റിൻ. പ്ലാന്റയിലും സെൽ വോൾ ഉണ്ട്, അതിൽ സെല്ലുലോസിക് സെൽ വോൾ ആണ്. ആൻഡ് ഇൻ ദ കേസ് ഓഫ് അനിമൽസ് സെൽ വോൾ ഈസ് ആബ്സെന്റ്. സോ മെജോറിറ്റി കേസിലും ബാക്കി 4 കിങ്ഡത്തിലും സെൽ വോൾ ഉണ്ട്. പ്രോട്ടിസ്റ്റൻസിലെ എല്ലാത്തിലും സെൽ വോൾ ഇല്ല, ചിലതിൽ സെൽ വോൾ ഉണ്ട്. ഫഞ്ചയുടെ കേസിൽ സെൽ വോൾ ഉണ്ട്, ബട്ട് ദർ പ്രസൻസ് ഓഫ് കൈറ്റിൻ. കൈറ്റിനസ് സെൽ വോൾ ആണ്. ആൻഡ് ഇൻ ദ കേസ് ഓഫ് പ്ലാന്റ്സ് സെൽ വോൾ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെല്ലുലോസ്. നെക്സ്റ്റ് ന്യൂക്ലിയർ മെംബ്രെയിൻ. മൊണീറൻസിലെ ന്യൂക്ലിയസ് ഡെഫിനിറ്റ് ഇല്ല, അതുകൊണ്ട് തന്നെ ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ല. പ്രോട്ടിസ്റ്റൻസിലെ ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്. അതുപോലെ ഫഞ്ചൈ, പ്ലാന്റ്, അനിമേലിയ അവിടെയും ന്യൂക്ലിയർ മെംബ്രെയിൻ കാണാം. ഡെഫിനിറ്റ് ന്യൂക്ലിയസ് ഉള്ളത് കൊണ്ട് തന്നെ ന്യൂക്ലിയസിന് ചുറ്റുമായിട്ട് ന്യൂക്ലിയർ മെംബ്രെയിൻ കാണാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ബോഡി ഓർഗനൈസേഷൻ. മൊണീറൻസിലെ സെല്ലുലാർ ലെവലാണ്, പ്രോട്ടിസ്റ്റൻസിലും സെല്ലുലാർ ആണ്. യൂണി സെല്ലുലാർ യൂകാരിയോട്സ് ആണ് പ്രോട്ടിസ്റ്റ എന്നുള്ള ഗ്രൂപ്പ്. എന്താണ്? യൂണി സെല്ലുലാർ യൂകാരിയോട്ട്. അതാണ് സെല്ലുലാർ കാണിച്ചിരിക്കുന്ന ഓർഗനൈസേഷൻ. ഫഞ്ചൈ എന്ന് പറയുന്നത് മൾട്ടി സെല്ലുലാർ ഓർ ലൂസ് ടിഷ്യൂ.
പ്ലാന്റ്സില് ടിഷ്യൂ ഓർ ഓർഗൻ ആൻഡ് ഇൻ ദ കേസ് ഓഫ് അനിമൽ ടിഷ്യൂ ഓർഗൻ ഓർ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ നമുക്ക് കാണാനായിട്ട് പറ്റും. ദെൻ മോഡ് ഓഫ് ന്യൂട്രീഷൻ നോക്കാം. മൊണീറൻസിൽ എങ്ങനെയാണ്? ഓട്ടോട്രോഫിക് ആണ്. ഓട്ടോട്രോഫിക് സ്വയം ഫുഡ് ഉണ്ടാക്കുക. അത് എങ്ങനെയൊക്കെ ആകാം? കീമോസിന്തറ്റിക് ആകാം, ഫോട്ടോസിന്തറ്റിക് ആകാം, അതുപോലെ ഹെട്രോട്രോഫിക് സാപ്രോഫൈറ്റിക്കോ പാരോസൈറ്റിക്കോ ആകാം. അപ്പൊ എന്തൊക്കെയാണ്? ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ ഉണ്ട്, ഹെട്രോട്രോഫിക് ന്യൂട്രീഷനും ഉണ്ട്. ഓട്ടോട്രോഫിക് എന്ന് പറയുന്നത് കെമിക്കൽ റിയാക്ഷൻ വഴി ആകാം, അതല്ലാന്നുണ്ടെങ്കിൽ ഫോട്ടോസിന്തറ്റിക് കപ്പാസിറ്റി ഉള്ളതും ഉണ്ട്. ഹെട്രോട്രോപ്സില് സാപ്രോഫൈറ്റിക്കും ഉണ്ട്, അതുപോലെ മറ്റൊന്നില് പാരസൈറ്റൈസ് ചെയ്യുന്ന ഓർഗാനിസവും ഉണ്ട്. പ്രോട്ടിസ്റ്റ നോക്കിക്കഴിഞ്ഞാൽ ഓട്ടോട്രോപിക് ആൻഡ് ഹെട്രോട്രോപിക്. ദർ ഓൾസോ ഫോട്ടോസിന്തറ്റിക് ആൻഡ് ഡിപ്പെൻഡ്സ് ഓൺ അതർ അനിമൽസ്. ഹെട്രോട്രോപിക് കാണാം. ദെൻ ഫഞ്ചൈല് ദർ ഓൾ ഹെട്രോട്രോപിക്സ്. ദർ ഓൾ ഹെട്രോട്രോപിക് സാപ്രോഫൈറ്റ്സ് ആയിട്ടും പാരസൈറ്റിക് ആയിട്ടും കാണാനായിട്ട് സാധിക്കും. ആൻഡ് ഇൻ ദ കേസ് ഓഫ് പ്ലാന്റ് ദേ ആർ ഓട്ടോട്രോപിക്. ഇപ്പം ഫോട്ടോസിന്തറ്റിക് ആയിട്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഓട്ടോട്രോപിക് ആയിട്ടുള്ള ഒരേ ഒരു ഗ്രൂപ്പേ ഉള്ളൂ, വിച്ച് ഈസ് പ്ലാന്റ്. ആൻഡ് അഗെയിൻ അനിമേലിയ മോഡ് ഓഫ് ന്യൂട്രീഷൻ ഈസ് ഹെട്രോട്രോപിക്, വിച്ച് ഈസ് ഹോളോസോയിക് ഓർ സാപ്രോഫൈറ്റിക്. ഹോളോസോയിക് അല്ലെങ്കിൽ സാപ്രോഫൈറ്റിക് ന്യൂട്രീഷൻ ആണ് അനിമൽസിൽ കാണാനായിട്ട് പറ്റുക. നമ്മൾ എന്താണ് പറഞ്ഞത്? 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ് ഡിസ്കസ് ചെയ്തത്. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ 5 കിങ്ഡം ആണ് വരുന്നത്. കിങ്ഡം മൊണീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ് ആൻഡ് അനിമേലിയ. ദെൻ അതിന്റെ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. അത് ആരാണ് പ്രൊപ്പോസ് ചെയ്തത്? RH വിറ്റാക്കർ ആണ് പ്രൊപ്പോസ് ചെയ്തത്. Next is the 3-domain system. 3-domain system. 3 domains of life. ഇത് പ്രൊപ്പോസ് ചെയ്തത് കാൾ വൂസ് ഇൻ 1990. കാൾ വൂസ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് 1990ലാണ് 3-domain സിസ്റ്റം പ്രൊപ്പോസ് ചെയ്തത്. അദ്ദേഹം തന്നെയാണ് 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ സിസ്റ്റം പ്രൊപ്പോസ് ചെയ്തത്. 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഫസ്റ്റ് 3 domain എന്താന്ന് നോക്കാം. 3 domains of life എന്ന് പറഞ്ഞ് കാൾ വൂസ് പറഞ്ഞത് 3 domain ആണ് ഓർഗാനിസത്തിലുള്ളത്. ഏതൊക്കെയാണ്? ദേ ആർ ആർക്കിയ, ബാക്ടീരിയ ആൻഡ് യൂക്കാരിയ. ഇങ്ങനെയൊക്കെയാണ്. ആർക്കിയ, ബാക്ടീരിയ, യൂക്കാരിയ, ഇങ്ങനെ 3 ഡൊമൈൻസ് ആണുള്ളതെന്നാണ് ആദ്യം കാൾ വൂസ് പറഞ്ഞത്. ദെൻ അദ്ദേഹം തന്നെയാണ് 6 കിങ്ഡം പറഞ്ഞെന്ന് പറഞ്ഞല്ലോ. 6 കിങ്ഡം ആയപ്പോ എന്താ? ആർക്കിയ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, അതിലെ കിങ്ഡം ആർക്കി ബാക്ടീരിയ. ആദ്യം ഡൊമൈൻസ് ആണ് പറഞ്ഞത് അല്ലെ. ടാക്സക്ക് കൊടുത്ത പേരെന്താണ്? ഡൊമൈൻസ്. ഏതൊക്കെയാണ് 3 ഡൊമൈൻസ് എന്ന് പറയുന്നത്? ആർക്കിയ, ബാക്ടീരിയ, യൂക്കാരിയ. ആർക്കി ബാക്ടീരിയ ഒരു ഗ്രൂപ്പില്, ദെൻ ബാക്കിയുള്ള ബാക്ടീരിയാസ്, ദെൻ യൂക്കാരിയയില് എല്ലാ യൂക്കാരിയോട്സിനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദെൻ അഗെയിൻ അദ്ദേഹത്തെ ഒന്നുകൂടി ഡിവൈഡ് ചെയ്യാം. അങ്ങനെയാണ് കിങ്ഡം ലെവൽ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അതിലൊരു കിങ്ഡം എന്താണ്? ആർക്കി ബാക്ടീരിയ. ആർക്കി ബാക്ടീരിയ എന്ന് പറയുമ്പോൾ ദേ ആർ പ്രൊക്കാരിയോട്ടിക് ഓർഗാനിസം ആണ്. ബാക്ടീരിയ ആണല്ലോ, പ്രൊക്കാരിയോട്സ് ആണ്. ആൻഡ് ദേ ക്യാൻ ലിവ് ഇൻ എക്സ്ട്രീം കണ്ടീഷൻസ്. എക്സ്ട്രീം കണ്ടീഷൻസ് പറഞ്ഞാൽ ഭയങ്കര നമ്മുടെ ഹോട്ട് സ്പ്രിങ്സ്, അതുപോലെ എക്സ്ട്രീം കോൾഡ് കണ്ടീഷൻസ്, ഇവിടെയൊക്കെ ലിവ് ചെയ്യാൻ പറ്റുന്ന ഓർഗാനിസം ആണ് ആർക്കി ബാക്ടീരിയയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ദെൻ ബാക്ടീരിയ എന്നുള്ള കിങ്ഡം ആയപ്പോ, ബാക്ടീരിയ എന്നുള്ള ഡൊമൈൻ കിങ്ഡം ആയപ്പോ യു ബാക്ടീരിയ എന്നുള്ള കാറ്റഗറി, യു ബാക്ടീരിയ ഓർ ദ ട്രൂ ബാക്ടീരിയ. ദെൻ തേർഡ് ഡൊമൈൻ യൂക്കാരിയ, അതിനെ നമ്മൾ 4 കിങ്ഡം ആയിട്ടാണ് പറയുന്നത്. കിങ്ഡം പ്രോട്ടിസ്റ്റ. പ്രോട്ടിസ്റ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് യൂണിസെല്ലുലാർ യൂക്കാരിയോട്ട്. ദെൻ ഫഞ്ചൈ, പ്ലാന്റ് ആൻഡ് അനിമേലിയ. ഇങ്ങനെ 4 കാറ്റഗറി. ഇതെല്ലാം കൂടി ചേരുമ്പോൾ 6 കിങ്ഡം ഓഫ് 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വിച്ച് ഈസ് പ്രൊപ്പോസ്ഡ് ബൈ കാൾ വൂസ് ആഫ്റ്റർ ബൈ പ്രൊപ്പോസിഷൻ ഓഫ് 3 domain ക്ലാസിഫിക്കേഷൻ. ആദ്യം കാൾ വൂസ് പ്രൊപ്പോസ് ചെയ്ത സിസ്റ്റം എന്ന് പറയുന്നത് 3 domain ക്ലാസിഫിക്കേഷൻ ആണ്. ആർക്കിയ, ബാക്ടീരിയ, യൂക്കാരിയ. Then he proposed the 6 kingdom classification which include kingdom Archaebacteria, Eubacteria, then Eukarya. The domain Eukarya is divided into 4 kingdom: Protista, Fungi, Plantae and Animalia. 6 kingdom classification ആണ് പറയുന്നത്. എങ്ങനെയാണ്? പ്രൊക്കാരിയോട്സും യൂക്കാരിയോട്സും ന്യൂക്ലിയസിന്റെ ബേസിസിൽ, അതുപോലെ സെല്ലുലാർ ഓർഗനൽസിന്റെ ഒക്കെ ബേസിസിൽ ഓർഗാനിസത്തിനെ പ്രൊക്കാരിയോട്സിനും യൂക്കാരിയോട്സിനും ക്ലാസിഫൈ ചെയ്തു. പ്രൊക്കാരിയോട്സിലെ 2 കാറ്റഗറി വരുന്നു: ആർക്കി ബാക്ടീരിയ ആൻഡ് യു ബാക്ടീരിയ. ആർക്കി ബാക്ടീരിയ ആൻഡ് യു ബാക്ടീരിയ. ദെൻ യൂക്കാരിയോട്സിനെ സെൽവോൾ ഉള്ളതും സെൽവോൾ ഇല്ലാത്തതും പറഞ്ഞ് 2 കാറ്റഗറി കൊടുത്തു. സെൽവോൾ ഉള്ളതിൽ തന്നെ ഓട്ടോട്രോപ്സ് ആണ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്, ഹെട്രോട്രോപ്സ് ആണ് ഫഞ്ചൈ എന്ന് വിളിക്കുന്നത്. ദെൻ നോ സെൽവോൾ ഉള്ള ഗ്രൂപ്പിനെ നോക്കിക്കഴിഞ്ഞപ്പോൾ അതിൽ യൂണിസെല്ലുലാറും ഉണ്ട്, മൾട്ടി സെല്ലുലാറും ഉണ്ട്. അങ്ങനെ പ്രോട്ടിസ്റ്റ, അനിമൽസ് എന്നുള്ള 2 ഗ്രൂപ്പ് കൂടി അല്ലെങ്കിൽ 2 കിങ്ഡം കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തു. സോ നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് പറയുന്നത്. ഏർലി അപ്രോച്ചസ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് എന്താ? ഓർഗാനിസത്തിനെ അതിന്റെ സിമിലാരിറ്റീസിന്റെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്.
അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ്. ഏർലിയർ അപ്രോച്ചസ് എന്ന് പറയുന്നത് അരിസ്റ്റോട്ടിലാണ് കൊണ്ടുവന്നത്. അരിസ്റ്റോട്ടില് പ്ലാന്റ്സിനെ ട്രീസ്, ഹെർബ്സ്, ഷ്രബ്സ് എന്നും അതുപോലെ അനിമൽസിനെ ദോസ് വിത്ത് ബ്ലഡ് ആൻഡ് വിത്തൗട്ട് ബ്ലഡ്, റെഡ് കളർ ബ്ലഡ് എന്ന് ഡിവൈഡ് ചെയ്തു. ദെൻ ലിനേയസ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നു. എങ്ങനെയായിരുന്നു? കിങ്ഡം പ്ലാന്റ് ആൻഡ് കിങ്ഡം അനിമൽസ് ബേസ്ഡ് ഓൺ ദ സെൽ വാൾ. അരിസ്റ്റോട്ടിന്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ എന്ത് പറഞ്ഞിരുന്നു? ബ്ലഡിന്റെ കാര്യം പറഞ്ഞിരുന്നു. അനിമൽസിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്ത്? ഹാവിംഗ് റെഡ് ബ്ലഡ് ഉള്ളതിനെ എനിമിയ എന്ന് പറഞ്ഞ ഗ്രൂപ്പിലും വിത്ത് നോ റെഡ് ബ്ലഡ് ആണെന്നുണ്ടെങ്കിൽ അനീമിയ എന്നുള്ള ഗ്രൂപ്പിലും ഉൾപ്പെടുത്തി. ദെൻ ഇവിടെ മേജർ ഇഷ്യൂസ് എന്ന് പറയുന്നത് ലിനേയസിന്റെയും അരിസ്റ്റോട്ടിലിന്റെ ഒക്കെ മേജർ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരുന്നു? പ്രൊക്കാരിയോട്സ്, ബ്ലൂ ഗ്രീൻ ആൽഗെ ഇതൊക്കെ ഒരുമിച്ച് കൊണ്ടുവന്നു. യൂണിസെല്ലുലാർ, മൾട്ടിസെല്ലുലാർ ഡിസ്ട്രിബ്യൂഷൻസ് ഒന്നും ഉണ്ടായില്ല. ദെൻ സെൽ വോൾ ഉള്ളതും ഇല്ലാത്തതൊക്കെ ഒരുമിച്ച് വന്നു. ദെൻ മോഡ് ഓഫ് ന്യൂട്രീഷനിലൊന്നും ഡിഫറൻസസ് ഒന്നും കാണിച്ചില്ല. നെക്സ്റ്റ് ആണ് RH വിറ്റാക്കർ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് ബേസ്ഡ് ഓൺ സെൽ സ്ട്രക്ചർ, അതുപോലെ ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, റിപ്രൊഡക്ഷൻ ആൻഡ് ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്. അങ്ങനെ 5 കിങ്ഡം: കിങ്ഡം മൊണീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ് ആൻഡ് അനിമേലിയ. സോ ഫസ്റ്റ് കിങ്ഡം ഈസ് കിങ്ഡം മൊണീറ. കിങ്ഡം മൊണീറ നോക്കാം. കിങ്ഡം മൊണീറൻസിലെ മെമ്പേഴ്സ് ഇപ്പൊ 6 കിങ്ഡം ആയാലും നമ്മൾ ജനറലി യൂസ് ചെയ്യുന്നത് കോമ്പിനേഷൻ ഓഫ് 6 കിങ്ഡം ആൻഡ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ്. then ഇവിടെ നോക്കിയാൽ മൊണീറൻസിൽ വരുന്നത് എല്ലാം ബാക്ടീരിയ ആണ്. ദ മെമ്പേഴ്സ് ഓഫ് ദ കിങ്ഡം ആർ ഓൺലി ബാക്ടീരിയ. നമുക്കറിയാം ബാക്ടീരിയ ഒക്കർ എവരിവർ അല്ലെ? നമ്മുടെ വെള്ളത്തിലുണ്ട്, വാട്ടറിലുണ്ട്, എയറിലുണ്ട്, സോയിലുണ്ട്, ഫുഡിലുണ്ട്. എക്സ്ട്രീം ഹാബിറ്റാറ്റ്സ് സച്ച് ആസ് ഹോട്ട് സ്പ്രിങ്, ഡെസേർട്ട്, സ്നോ, ഡീപ്പ് ഓഷൻ, അങ്ങനെ എല്ലായിടത്തും നമുക്ക് എന്തിനെ കാണാം? ബാക്ടീരിയനെ കാണാം. സോ ഇറ്റ് ഒക്കേഴ്സ് എവരിവർ. ആൻഡ് ബേസ്ഡ് ഓൺ ഷേപ്പ് ബാക്ടീരിയ ആർ ഗ്രൂപ്പ്ഡ് അണ്ടർ 4 കാറ്റഗറീസ്. അതിന്റെ ഷേപ്പിന്റെ ബേസിസിൽ ബാക്ടീരിയനെ 4 കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സ്പെറിക്കൽ ഷേപ്പ് ബാക്ടീരിയ നോൺ ബൈ ദ നെയിം കോക്കസ്. സ്പെറിക്കൽ ഷേപ്പിലുള്ള ബാക്ടീരിയനെ എന്താ വിളിക്കുന്നത്? കോക്കസ്. ആൻഡ് ദ റോഡ് ഷേപ്ഡ് ബാസിലസ്, comma shaped Vibrium and spiral shaped Spirillum. Based on shape, bacteria classified into 4. ഇങ്ങനെയൊക്കെയാണ് spherical shaped coccus, then rod shaped bacillus, comma shaped Vibrio and spiral shaped Spirillum. Bacteria, there are spherical shaped cocci, then this is rod shaped Bacillus, spiral shaped Spirilla and the comma shaped Vibrio. Though the bacterial structure is very simple, they are very complex in behavior. ബാക്ടീരിയയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സിമ്പിൾ ആണെന്നുണ്ടെങ്കിലും അതിന്റെ ബിഹേവിയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി കോംപ്ലക്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സം ഓഫ് ദ ബാക്ടീരിയ ഓർ ഓട്ടോട്രോഫിക്. ചില ബാക്ടീരിയ എന്താണ്? ദേ ആർ ഓട്ടോട്രോഫിക്, സ്വയം ഫുഡ് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ദേ ക്യാൻ സിന്തസൈസ് their own food from inorganic substances. ഇനോർഗാനിക് സബ്സ്റ്റൻസസിന് അവരുടെ തന്നെ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ കപ്പാസിറ്റി ഉള്ള ഓർഗാനിസത്തിനെയാണ് ഓട്ടോട്രോപ്സ്. സോ there are some autotrophic bacteria and they may be photosynthetic autotrophic or chemosynthetic autotrophic. ഓട്ടോട്രോപ്സ് ആണെന്ന് പറഞ്ഞു, സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാം. ആൻഡ് സം ആർ ഫോട്ടോസിന്തറ്റിക് കപ്പാസിറ്റി ഉള്ളതാണ്. സം ആർ കീമോസിന്തറ്റിക് എന്ന് പറഞ്ഞാൽ കെമിക്കൽസിൽ നിന്ന് കെമിക്കൽ റിയാക്ഷൻ വഴി എനർജി പ്രൊഡ്യൂസ് ചെയ്ത് അങ്ങനെ ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നതാണ് കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് എന്ന് പറയുന്നത്. ആൻഡ് വാസ്റ്റ് മെജോറിറ്റി ഓഫ് ബാക്ടീരിയ ആർ ഹെട്രോട്രോപ്സ്. മെജോറിറ്റി ബാക്ടീരിയം എങ്ങനെയാണ്? ഹെട്രോട്രോപ്സ് ആണ്, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ദേ ഡിപ്പെൻഡ് ഓൺ അതർ ഓർഗാനിസം ഓർ ഡെഡ് ഓർഗാനിക് മാറ്റർ ഫുഡ്. മറ്റു ഓർഗാനിസത്തിനെ അല്ലെന്നുണ്ടെങ്കിൽ ഡെഡ് ആയിട്ടുള്ള ഓർഗാനിക് മാറ്ററിനെ ഫുഡിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് മെജോറിറ്റി. ദേ ആർ കോൾഡ് heterotrophs. Then kingdom Monera, നമ്മൾ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പറഞ്ഞു 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ്? ആർക്കി ബാക്ടീരിയ ആൻഡ് യു ബാക്ടീരിയ. കിങ്ഡം മൊണീറൻസില് 2 കാറ്റഗറിയാണ് വരുന്നത്. ഏതൊക്കെയാണ്? വിച്ച് ഈസ് ആർക്കി ബാക്ടീരിയ ആൻഡ് യു ബാക്ടീരിയ. ആർക്കി ബാക്ടീരിയ ആൻഡ് യു ബാക്ടീരിയ. ഫസ്റ്റ് കാറ്റഗറി ആർക്കി ബാക്ടീരിയ. എന്താണ് ആർക്കി ബാക്ടീരിയ എന്ന് പറയുന്നത്? They live in most harsh habitats. എക്സ്ട്രീം കണ്ടീഷൻസിൽ താമസിക്കുന്ന അല്ലെങ്കിൽ എക്സ്ട്രീം കണ്ടീഷൻസിൽ കാണപ്പെടുന്ന ബാക്ടീരിയയാണ് ആർക്കി ബാക്ടീരിയ എന്ന ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആർക്കി മീൻസ് പ്രിമിറ്റീവ്. ദേ ആർ പ്രിമിറ്റീവ് ബാക്ടീരിയ
which are present in extreme habitats. For example, extreme salty conditions, അതുപോലെ extreme cold situations, deep oceans, ഇങ്ങനെയുള്ളതിൽ കാണപ്പെടുന്ന ബാക്ടീരിയ ആണ് ആർക്കി ബാക്ടീരിയ എന്നുള്ള ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നോക്കുക, എക്സ്ട്രീം സോൾട്ടി ഏരിയസിൽ കാണപ്പെടുന്ന ബാക്ടീരിയനെ വിളിക്കുന്ന പേരാണ് ഹാലോഫൈൽസ്. ഹാലോഫൈൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ആർ ബാക്ടീരിയ which live in extreme salty areas. Then thermoacidophiles. Thermoacidophiles are also bacteria which are present in hot springs. അല്ലെ, ഹോട്ട് സ്പ്രിങ്സിൽ ഉപയോഗിക്കുന്ന കാണപ്പെടുന്ന ബാക്ടീരിയ നമ്മൾ പറഞ്ഞിരുന്നത് എവിടെയാണ് ഉപയോഗിക്കുന്നത്? PCR മെഷീനിൽ, PCR പോളിമറൈസ് ചെയിൻ റിയാക്ഷനിൽ നമ്മൾ തെർമോ അസിഡോഫിലസ് അതുപോലെ PFU എന്നൊക്കെ പറഞ്ഞ് ബാക്ടീരിയൽ സ്ട്രെയിൻസ് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. അതെന്താണ്? ദേ ആർ പ്രസന്റ് ഇൻ ഹോട്ട് സ്പ്രിങ്സ്, തെർമോ അസിഡോഫൈൽസ്. Then methanogens. Methanogens are bacteria that are present at marshy areas. ചതുപ്പ് നിലങ്ങളിൽ കാണപ്പെടുന്ന ബാക്ടീരിയകളെ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് മെത്തനോജൻസ്. അപ്പോ ആർക്കി ബാക്ടീരിയയിൽ തന്നെ 3 ടൈപ്പാണ് മെയിൻ വരുന്നത്. ഹാലോഫൈൽസ് which present in extreme salty areas, thermoacidophiles which are present in hot springs, and methanogens which are present in marshy areas. Archaebacteria differ from other bacteria in having a ഡിഫറെന്റ് സെൽ വാൾ സ്ട്രക്ചർ. എങ്ങനെയാണ് ആർക്കി ബാക്ടീരിയ മറ്റു ബാക്ടീരിയയിൽ നിന്നും ഡിഫറെന്റ് ആകുന്നത്? എങ്ങനെയാണ്? ഇറ്റ് ഹാസ് എ ഡിഫറെന്റ് സെൽ വാൾ സ്ട്രക്ചർ. ആൻഡ് ഈ സെൽ വാൾ സ്ട്രക്ചറിലുള്ള ഡിഫറൻസ് കാരണമാണ് ഈ ബാക്ടീരിയക്കൊക്കെ ഇത്രയും എക്സ്ട്രീം കണ്ടീഷൻസിൽ സർവൈവല് പോസിബിൾ ആകുന്നത്. മെത്തനോജൻസ് ആർ പ്രസന്റ് ഇൻ ദ ഗട്ട് ഓഫ് സെവറൽ റുമിനന്റ് അനിമൽസ്. മെത്തനോജൻസ് മാർഷി ഏരിയാസിൽ മാത്രമല്ല, റൊമിനന്റ് അനിമൽസ്, അയവറക്കുന്ന മൃഗങ്ങൾ അല്ലെ, കൗ, ബഫലോസ്, ഇതിന്റെയൊക്കെ സ്റ്റൊമക്കില് ഇതൊക്കെ എന്താണ്? പ്ലാന്റ് ഫീഡേഴ്സ് ആണ്. പ്ലാന്റ്സിന്റെ സെൽ വാൾ എന്തുണ്ട്? സെല്ലുലോസ്. സോ ഇത് ഡൈജസ്റ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ബാക്ടീരിയ എന്ന് പറയുന്നത് മെത്തനോജൻസ് ആണ്. അപ്പൊ ഈ റൊമിനന്റ് അനിമൽസിന്റെ സ്റ്റൊമക്കിലും മെത്തനോജൻസിനെ നമുക്ക് കാണാനായിട്ട് പറ്റും. And they are responsible for production of methane from the dung of these animals. ഈ അനിമൽസിന്റെ ഡങ്ങിൽ നിന്ന് മീഥേൻ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ബയോഗ്യാസ് പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്നത് ഈ മെത്തനോജനിക് ബാക്ടീരിയാസ് ആണ്. നെക്സ്റ്റ് കാറ്റഗറി ഈസ് യു ബാക്ടീരിയ. നെക്സ്റ്റ് എന്താണ്? യു ബാക്ടീരിയ വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് ട്രൂ ബാക്ടീരിയ. യു ബാക്ടീരിയ ഈസ് ഓൾസോ നോൺ ആസ് ട്രൂ ബാക്ടീരിയ. യു മീൻസ് ട്രൂ എന്ന് ഓർത്തിരിക്കാം. ആർക്കി ബാക്ടീരിയ എന്താണ്? പ്രിമിറ്റീവ് ബാക്ടീരിയ വിച്ച് ആർ പ്രസന്റ് ഓർ വിച്ച് ക്യാൻ ലിവ് ഇൻ എക്സ്ട്രീം എൻവയോൺമെന്റൽ കണ്ടീഷൻസ്. ഇവിടെ യു ബാക്ടീരിയ എന്ന് പറയുന്നത് ട്രൂ ബാക്ടീരിയാസ് ആണ്. ദേ ഹാവ് റിജിഡ് സെൽ വാൾ. എന്തുണ്ട്? റിജിഡ് ആയിട്ടുള്ള സെൽ വാൾ ഉണ്ട്. ആൻഡ് ഇഫ് മോട്ടൈൽ ദേ ഹാവ് ഫ്ലജല്ല. മോട്ടൈൽ ആയിട്ടുള്ള ബാക്ടീരിയാസിന് എന്തുണ്ട്? ഫ്ലജല്ല ഉണ്ട്. മൂവിങ്ങിന് ഹെൽപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മൂവ്മെന്റിന് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഫ്ലജല്ല ഉണ്ട്. യു ബാക്ടീരിയക്ക് എക്സാമ്പിൾ ആണ് സൈനോബാക്ടീരിയ അഥവാ ബ്ലൂ ഗ്രീൻ ആൽഗെ, BGA. എന്താണ്? യു ബാക്ടീരിയക്ക് എക്സാമ്പിൾ ആണ് സൈനോബാക്ടീരിയ അഥവാ ബ്ലൂ ഗ്രീൻ ആൽഗെ. അതിന്റെ പ്രത്യേകത എന്താ? ദേ ഹാവ് ക്ലോറോഫിൽ എ സിമിലർ ടു ഗ്രീൻ പ്ലാന്റ്സ് ആൻഡ് ആർ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സ്. ഈ ബ്ലൂ ഗ്രീൻ ആൽഗയുടെ പ്രത്യേകത അല്ലെങ്കിൽ സ്പെസിഫിക് ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് പ്ലാന്റ്സിൽ കാണപ്പെടുന്ന പോലെ ഇതിൽ ക്ലോറോഫിൽ എ ഉണ്ട്. സോ ദേ ആർ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് നമുക്ക് പറയാം. ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സ്. ആൻഡ് സൈനോബാക്ടീരിയ തന്നെ പല ടൈപ്പ് ഉണ്ട്. ദേ ആർ യൂണിസെല്ലുലാർ ഫോംസ് ഉണ്ട്, കൊളോണിയൽ ഉണ്ട്, ഫിലമെന്റസ് ഉണ്ട്. ആൻഡ് ഫ്രഷ് വാട്ടർ ഓർ മറൈൻ ഓർ ടെറസ്ട്രിയൽ ആൽഗെ. സൈനോബാക്ടീരിയ എന്ന് പറയുന്നത് സിംഗിൾ സെൽഡ് കാണാൻ പറ്റും. അതുപോലെ കൊളോണിയൽ ഫോംസ്, ഫിലമെന്റസ് ഒക്കെ നമുക്ക് കാണാം. ആൻഡ് ഫ്രഷ് വാട്ടറിൽ കാണപ്പെടുന്ന സൈനോബാക്ടീരിയാസ് ഉണ്ട്, മറൈൻ ഫോംസ് ഉണ്ട്, ടെറസ്ട്രിയൽ ആൽഗെ ആയിട്ടും കാണാം. ദ കോളനീസ് ഓഫ് സൈനോബാക്ടീരിയ ആർ സറൗണ്ടഡ് ബൈ ജെലാറ്റിനസ് ഷീറ്റ്. ഇത് ഒരു ബ്ലൂ ഗ്രീൻ ആൽഗയാണ്. സൈനോബാക്ടീരിയനെ തന്നെയാണ് ബ്ലൂ ഗ്രീൻ ആൽഗെ എന്ന് പറയുന്നത്. ഇതിന്റെ ഈ കോളനി നോക്കിക്കഴിഞ്ഞാൽ അതിന് ചുറ്റുമായിട്ട് ഒരു ജെല്ലി കോട്ടിങ് കാണാം. ഒരു ജെലാറ്റിനസ് ഷീത്ത് അല്ലെങ്കിൽ മ്യൂസിലേജിനസ് ഷീത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. സൈനോബാക്ടീരിയ ഫോം ബ്ലൂംസ് ഇൻ പൊല്യൂട്ടഡ് വാട്ടർ ബോഡീസ്. പൊല്യൂട്ടഡ് വാട്ടർ ബോഡീസിലെ ബ്ലൂംസ് എന്താ പറയാ, ഭയങ്കര കൂടുതലായിട്ട് മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനെ തിങ്ങി നിറഞ്ഞായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. സൈനോബാക്ടീരിയ ക്യാൻ ഫിക്സ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഇൻ സ്പെഷ്യലൈസ്ഡ് സെൽസ്. സൈനോബാക്ടീരിയയിൽ കാണപ്പെടുന്ന ചില സ്പെഷ്യലൈസ്ഡ് സെൽസ് ആണ് ഹെട്രോസിസ്റ്റ്. എന്താണിത്? ഹെട്രോസിസ്റ്റ്. ഈ ഹെട്രോസിസ്റ്റില് ഇതിന് അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ ഫിക്സ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇങ്ങനെ ഹെട്രോസിസ്റ്റ് കാണപ്പെടുന്ന ബ്ലൂ ഗ്രീൻ ആൽഗയ്ക്ക് എക്സാമ്പിൾ ആണ് നൊസ്റ്റോക്ക്, അനബീന എന്നൊക്കെ പറയുന്നത്. സൈനോബാക്ടീരിയ ഓക്കെ, നൊസ്റ്റോക്ക്, അനബീന ഒക്കെ. ദെൻ യു ബാക്ടീരിയ എന്ന് പറയുന്നതില് കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഹെട്രോട്രോപിക് ബാക്ടീരിയയും നമുക്ക് കാണാനായിട്ട് പറ്റും.
സോ ഈ ബ്ലൂ ഗ്രീൻ ആൽഗെ അഥവാ സയനോബാക്ടീരിയ ഒക്കെ വരുന്നത് എവിടെയാണ്? യു ബാക്ടീരിയ. ഓട്ടോട്രോഫിക് ബാക്ടീരിയക്ക് എക്സാമ്പിൾ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് ആണ് സയനോബാക്ടീരിയ. ദെൻ കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് ആണ് ഈക്കോളൈ എന്ന് പറയുന്നത്. ഈക്കോളൈ എന്താണ്? കെമിക്കൽ റിയാക്ഷൻ വഴിയാണ്. ഓക്കെ, ഇതാണ് കീമോട്രോപിക് ഓട്ടോട്രോപ്സ്. ദെൻ ഫോട്ടോട്രോപിക് ഓട്ടോട്രോപ്സ് ആണ് സയനോബാക്ടീരിയ. കീമോസിന്തറ്റിക് ഓട്ടോട്രോപിക് ബാക്ടീരിയ എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. ദേ ഓക്സിഡൈസ് various inorganic substances such as nitrates and ammonia and use the released energy for their ATP production. അവരുടെ ATP പ്രൊഡക്ഷൻ എന്താ ഉപയോഗിക്കുക? നൈട്രേറ്റ്സ്, അമോണിയ പോലുള്ള ഇനോർഗാനിക് സബ്സ്റ്റൻസിനെ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജി ഉപയോഗിച്ചിട്ട് ATP പ്രൊഡ്യൂസ് ചെയ്യും. ഇങ്ങനെയുള്ള ബാക്ടീരിയയാണ് കീമോസിന്തറ്റിക് ഓട്ടോട്രോപിക് ബാക്ടീരിയ എന്ന പേരിൽ അറിയപ്പെടുന്നത്. And they play a great role in എന്തിനൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? റീസൈക്ലിംഗ് ന്യൂട്രിയൻസ് ലൈക്ക് നൈട്രജൻ, ഫോസ്ഫറസ്, അയൺ ആൻഡ് സൾഫർ. നൈട്രജൻ, ഫോസ്ഫറസ്, അയൺ ആൻഡ് സൾഫർ സൈക്കിൾസിലൊക്കെ ഇത് ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ഈസ് ഹെട്രോട്രോപിക് ബാക്ടീരിയ. മറ്റുള്ള ഓർഗാനിസത്തിനെ ഡിപ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ പാരസൈറ്റിക് ആയിട്ട് കാണും, അല്ലെ? ദേ ആർ മോസ്റ്റ് അബണ്ടന്റ് ഇൻ നേച്ചർ. ഹെട്രോട്രോപിക് ബാക്ടീരിയ ആണ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് കമ്പയർഡ് ടു ദി chemosynthetic or autotrophic bacteria. The majority are important decomposers. ഈ ഗ്രൂപ്പിൽ വരുന്ന മെജോറിറ്റിയും എന്താണ്? They are important decomposers and many of them have significant impacts on human affairs. കുറെ എണ്ണത്തിന് ഹ്യൂമൻ ലൈഫിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, മേക്കിംഗ് കേർഡ് ഫ്രം മിൽക്ക് കേടാവാൻ ഹെൽപ്പ് ചെയ്യുന്ന ലാക്ടോബാസിലസ്. ദെൻ ആന്റിബയോട്ടിക് പ്രൊഡക്ഷൻ, ഫിക്സിംഗ് നൈട്രജൻ ഇൻ ലെഗ്യൂം റൂട്ട്സ്. ഇതൊക്കെ ഹെട്രോട്രോപിക് ബാക്ടീരിയാസ് ആണ്. സം ആർ പാത്തോജൻസ്. ചിലത് എന്താണ്? അസുഖങ്ങൾ ഉണ്ടാക്കും ഹ്യൂമൻ ബീയിങ്സിന്, അതുപോലെ ക്രോപ്സിന്, നമ്മുടെ ഫാം അനിമൽസ്, പെറ്റ്സിലൊക്കെ അസുഖങ്ങൾക്ക് കാരണമാകും. അതുകൂടാതെ കോളറ, ടൈഫോയിഡ്, ടെറ്റനസ്, സ്ട്രെസ് ക്രാങ്കർ, ഇതൊക്കെ ബാക്ടീരിയ കോസ് ചെയ്യുന്ന പലതരത്തിലുള്ള അസുഖങ്ങളാണ്. നെക്സ്റ്റ് ഈസ് ബാക്ടീരിയൽ റിപ്രൊഡക്ഷൻ. ബാക്ടീരിയയുടെ റിപ്രൊഡക്ഷൻ എങ്ങനെയാണ്? ബാക്ടീരിയൽ റിപ്രൊഡക്ഷൻ ഈസ് മെയിൻ സിംഗിൾ സെൽഡ് ആണ്, അല്ലെ? ഇറ്റ് ഈസ് മെയിൻലി ബൈ ബൈനറി ഫിഷൻ വഴിയാണ്. Under unfavorable conditions, they produce spores. But normally, they produce by fission, and under unfavorable conditions, they produce spores. They also reproduce by a sort of sexual reproduction by adopting a primitive type of DNA transfer from one bacterium to another. ഇതൊന്നും കൂടാതെ എഫ്പിലസ് ഉപയോഗിച്ചിട്ട് ഒരു സ്ട്രെയിനിൽ നിന്ന് മറ്റൊരു സ്ട്രെയിനിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും DNA. അങ്ങനെ സെക്ഷൽ റിപ്രൊഡക്ഷനും കാണിക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയൊക്കെയാണ്? ഫിഷൻ ഉണ്ട്, ത്രൂ സ്പോർസ് ഉണ്ട്, ആൻഡ് ത്രൂ എഫ്പിലസ്. ബാക്ടീരിയൽ പ്രൊഡക്ഷൻ ഇങ്ങനെയാണ്. ഒരു സെല്ല് രണ്ടാവുന്നു, അല്ലെ? അതിലെ കണ്ടൻസ് ഒക്കെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും, അതിനുശേഷം സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യും. അങ്ങനെ ആദ്യം ന്യൂക്ലിയസ് കാരിയോകൈനസിസ് നടക്കും, അതിനുശേഷം സൈറ്റോപ്ലാസ്മിക് ഡിവിഷൻ നടന്ന് രണ്ട് സെല്ല് ഫോം ചെയ്യും. ഇതാണ് ബൈനറി ഫിഷൻ എന്ന് പറയുന്നത്. നോക്കിക്കേ, ദിസ് ഈസ് കോൾഡ് എഫ്പിലസ്. ഇത് രണ്ട് സ്ട്രെയിൻസ് ഉണ്ട്. അപ്പോൾ ഒരു സ്ട്രെയിൻ മറ്റൊരു സ്ട്രെയിനുമായിട്ട് ജോയിൻ ചെയ്യും ത്രൂ ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ. അതിനെയാണ് എഫ്പിലസ് എന്ന് പറയുന്നത്. അങ്ങനെ DNA ട്രാൻസ്ഫർ നടന്ന് പുതിയ ഓർഗാനിസംസ് ഫോം ചെയ്യും. ഇറ്റ് ഈസ് എ മോഡ് ഓഫ് സെക്ഷൽ റിപ്രൊഡക്ഷൻ സീൻ ഇൻ ബാക്ടീരിയ. നെക്സ്റ്റ് ഒരു ഗ്രൂപ്പാണ് മൈക്കോപ്ലാസ്മ. ബാക്ടീരിയയിൽ തന്നെ വരുന്ന ഒരു ഗ്രൂപ്പാണ് മൈക്കോപ്ലാസ്മ. കിങ്ഡം മോണിറൻസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, മൈക്കോപ്ലാസ്മ കംപ്ലീറ്റ്ലി ലാക്ക് എ സെൽ വാൾ. മൈക്കോപ്ലാസ്മയുടെ പ്രത്യേകത എന്താ? ദേ ലാക്ക് എ സെൽ വാൾ. മെജോറിറ്റി ബാക്ടീരിയക്കും എങ്ങനെയാണ്? സെൽ വാൾ ഉണ്ട്, ബട്ട് ഇറ്റ് ഈസ് നോൺ സെല്ലുലോസിക് എന്നാണ് പറഞ്ഞത് നമ്മള്. പക്ഷെ മൈക്കോപ്ലാസ്മയുടെ കേസിൽ ഇതേ കംപ്ലീറ്റ്ലി ലാക്ക് എ സെൽ വാൾ. ഔട്ടർ സെൽ വാള് ആബ്സെന്റ് ആയിരിക്കും. And mycoplasma are the smallest living cells known and can survive without oxygen. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റെഫറൻസിലെ ഏറ്റവും ചെറിയ ലിവിങ് സെൽസ് എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് മൈക്കോപ്ലാസ്മ. ആൻഡ് ക്യാൻ സർവൈവ് വിത്തൗട്ട് ഓക്സിജൻ. ഓക്സിജൻ ഇല്ലെങ്കിലും അവർക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കും. ലൈഫ് പോസിബിൾ ആണ്. മൈക്കോപ്ലാസ്മ എന്താണ്? ദേ ആർ ദ സ്മോളസ്റ്റ് ലിവിങ് സെൽസ് നോൺ ആൻഡ് ക്യാൻ സർവൈവ് വിത്തൗട്ട് ഓക്സിജൻ. മൈക്രോപ്ലാസ്മ ആർ പാത്തോജനിക് ഇൻ അനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. അനിമൽസിലും പ്ലാന്റ്സിലും ഒക്കെ ഡിസീസസ് ഉണ്ടാകാനായിട്ട് മൈക്രോപ്ലാസ്മ കാരണമാകാറ്. സോ കിങ്ഡം മോണീറ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ സമ്മറൈസ് ചെയ്യാണ്. എന്താണ് കിങ്ഡം മോണീറൻസ് എന്ന് പറയുമ്പോൾ? അവരെല്ലാവരെയും കാണും, അല്ലെ? ദേ ലിവ് ഇൻ ഓൾ ടൈപ്സ് ഓഫ് ഹാബിറ്റാറ്റ് ആൻഡ് ഈവൻ ഇൻ എക്സ്ട്രീം കണ്ടീഷൻസ്. ബാക്ടീരിയൽ സ്ട്രക്ചർ ഈസ് സിമ്പിൾ ബട്ട് ദ ബിഹേവിയർ ഈസ് കോംപ്ലെക്സ്.
ചിലത് എങ്ങനെയാണ് ഓട്ടോട്രോപ്സ് ആണ് ആൻഡ് മെജോറിറ്റി ആർ ഹെട്രോട്രോപ്സ്. ഓട്ടോട്രോപ്സ് തന്നെ 2 ടൈപ്പ് ഉണ്ട് ഇവിടെ. എങ്ങനെയാണ്? ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സിന് എക്സാമ്പിൾ ആണ് ബ്ലൂ ഗ്രീൻ ആൽഗെ ആൻഡ് ദേ ആർ സംടൈംസ് കീമോട്രോപിക്, അതായത് കെമിക്കൽ റിയാക്ഷൻസ് വഴി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ അതിന് എക്സാമ്പിൾ ആണ് ഈക്കോളൈ എന്നൊക്കെ പറയുന്നത്. ദെൻ ഓൺ ദ ബേസിസ് ഓഫ് ഷേപ്പ് ബാക്ടീരിയനെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. സ്പെറിക്കൽ ഷേപ്ഡ് കോക്കസ്, റോഡ് ഷേപ്ഡ് ബാസിലസ്, കോമ ഷേപ്ഡ് വിബ്രിയോ ആൻഡ് സ്പൈറൽ ഷേപ്ഡ് സ്പൈറിലം. ദെൻ ഇവിടെ റിപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് മെയിൻലി ബൈ ഫിഷൻ ആണ്. ദെൻ അൺഫേവറബിൾ കണ്ടീഷൻസിൽ സ്പോർ പ്രൊഡ്യൂസ് ചെയ്യും ആൻഡ് ദേ ഓൾസോ പ്രൊഡ്യൂസ് സെക്ഷലി ബൈ ട്രാൻസ്ഫർ ഓഫ് DNA ഫ്രം one cell to another by conjugation through a tube-like structure called F-pilus. Then വേറൊരു കാറ്റഗറിയാണ് മൈക്കോപ്ലാസ്മ വിച്ച് ലാക്ക് സെൽ വാൾ. ദെൻ കിങ്ഡം മോണിറൻസിൽ 2 ഗ്രൂപ്പാണ് മെയിൻ ആയിട്ട് വരുന്നത്, ആർക്കിബാക്ടീരിയ ആൻഡ് യൂബാക്ടീരിയ. ആർക്കിബാക്ടീരിയ എന്ന് പറയുന്നത് പ്രിമിറ്റീവ് ഓർ ആൻഷ്യൻ ടൈപ്സ് ആണ്. ദേ ലിവ് ഇൻ മോസ്റ്റ് ഹാർഷ് ഹാബിറ്റാറ്റ്സ് ലൈക്ക് സോൾട്ടി ഏരിയാസിലാണെങ്കിൽ ഹാലോഫൈൽസ് എന്ന് വിളിക്കും, മാഷി ഏരിയാസ് മെത്തനോജൻസ്, ദെൻ ഹോട്ട് സ്പ്രിങ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തെർമോസിഡോഫൈൽസ് എന്ന് വിളിക്കും. ഈ മെത്തനോജൻസ് എന്ന് പറയുന്നത് റൊമനന്റ് സ്റ്റൊമക്കിൽ നമുക്ക് കാണാം. യൂബാക്ടീരിയയുടെ പ്രത്യേകത ദേ ആർ റിജിഡ് സെൽ വാൾ ആൻഡ് ഇഫ് മോട്ടൈൽ പ്രസൻസ് ഓഫ് ഫ്ലജല്ല. ദെൻ യൂബാക്ടീരിയയിൽ തന്നെ ഡിഫറെന്റ് ടൈപ്സ് നമ്മൾ പറഞ്ഞു. സൈനോബാക്ടീരിയ അഥവാ ബ്ലൂ ഗ്രീൻ ആൽഗ ഉണ്ട്, അതിൽ ഹെട്രോസിസ്റ്റ് ഉണ്ട് അല്ലെ. ദെൻ അതിനെ കവർ ചെയ്തിട്ട് ജലാറ്റിനസ് ഷീത്ത് ഒക്കെ കാണും. ഇവിടെ കാണുന്ന ഹെട്രോസിസ്റ്റ് ആണ് നൈട്രജൻ ഫിക്സിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയക്ക് എക്സാമ്പിൾ ആണ് നെസ്റ്റോക്ക്, അനബീന. ദെൻ കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്സിൽ എന്താ സംഭവിക്കുന്നത്? ദേ ഓക്സിഡൈസ് ഇനോർഗാനിക് സബ്സ്റ്റൻസ് ലൈക്ക് നൈട്രേറ്റ്, ഫോസ്ഫറസ്, എന്നിട്ട് അതിൽ നിന്ന് റിലീസ് ചെയ്യുന്ന എനർജി ഉപയോഗിച്ചിട്ട് ATP പ്രൊഡ്യൂസ് ചെയ്യും. ദെൻ ന്യൂട്രിയൻ സൈക്ലിംഗ്, അതായത് നൈട്രജൻ, ഫോസ്ഫറസ്, അയൺ, സൾഫർ സൈക്കിൾ ഒക്കെ ഈ കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് ഇമ്പോർട്ടന്റ് ആണ്. ഹെട്രോട്രോപ്സ് എന്നത് മോസ്റ്റ്ലി ഇമ്പോർട്ടന്റ് ഡീകമ്പോസേഴ്സ്. ദെൻ കേർഡ്, ആന്റിബയോട്ടിക്സ്, നൈട്രജൻ ഫിക്സേഷൻ ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ പലതരത്തിലുള്ള ഡിസീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് കിങ്ഡം വിച്ച് ഈസ് കിങ്ഡം മോണീറ ഈസ് ഓവർ. അതിൽ വരുന്നത് എന്താണ്? ബാക്ടീരിയ. നെക്സ്റ്റ് ഈസ് കിങ്ഡം പ്രോട്ടിസ്റ്റ. കിങ്ഡം പ്രോട്ടിസ്റ്റ നോക്കിക്കഴിഞ്ഞാൽ ഓൾ സിംഗിൾ സെൽഡ് യുക്കാരിയോട്സ്. നമ്മൾ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു ഒരേ ഒരു പ്രൊക്കാരിയോട്ടിക് കിങ്ഡം ആണുള്ളത് വിച്ച് ഈസ് കിങ്ഡം മോണീറ. ആൻഡ് ഓൾ ദ അതേഴ്സ് ഓർ ദ റിമൈനിങ് 4 ഏതൊക്കെയാണ്? പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ് ആൻഡ് അനിമേലിയ. ഓൾ ഓഫ് ദം ആർ eukaryotes. All of them are eukaryotes. And in the kingdom Protista, they include all single-celled eukaryotes. എല്ലാ സിംഗിൾ സെൽഡ് യൂക്കാരിയോട്സും ആണ് ഏത് ഗ്രൂപ്പിൽ വരുന്നത്? പ്രോട്ടിസ്റ്റ എന്നുള്ള ഗ്രൂപ്പിൽ വരുന്നത്. ആൻഡ് ദ ബൗണ്ടറീസ് ഓഫ് ദ കിങ്ഡം പ്രോട്ടിസ്റ്റ ആർ നോട്ട് വെൽ ഡിഫൈൻഡ്. ഇതിന് എക്സാമ്പിൾസ് എന്ന് പറയുന്നത് കിങ്ഡം പ്രോട്ടിസ്റ്റയിലെ മെമ്പേഴ്സ് ആണ് ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലജലേറ്റ്സ്, യുഗ്ലിനോയിഡ്സ്, സ്ലൈമോഡ്സ് ആൻഡ് പ്രോട്ടോസോവൻസ്. ഇതൊക്കെയാണ് ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലജലേറ്റ്സ്, യുഗ്ലിനോയിഡ്സ്, സ്ലൈമോഡ്സ് ആൻഡ് പ്രോട്ടോസോവൻസ്. ദെൻ പ്രോട്ടിസ്റ്റ എന്ന് പറയുമ്പോൾ അതിൽ എല്ലാം അക്വാട്ടിക് ഓർഗാനിസംസ് ആണ്. എന്താണ്? ദേ ആർ ഓൾ അക്വാട്ടിക് ഓർഗാനിസം. Being eukaryotes, the protestant cell body contains a well-defined nucleus and other membrane-bound organelles. ഇതൊരു യൂക്കാരിയോട്ട് ആണെന്ന് പറഞ്ഞു, അതുകൊണ്ട് തന്നെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസും മറ്റ് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ്, അതായത് ഗോൾജി ബോഡി, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ലൈസോസോംസ്, മൈറ്റോകോൺഡ്രിയ ഇങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് ഒക്കെ കാണാനായിട്ട് പറ്റും. സം പ്രോട്ടിസ്റ്റ് ഓർഗാനിസം ഹാവ് ഫ്ലജല്ല ഓർ സീലിയ. ചിലതിന് എന്തുണ്ട്? ലോക്കോമോട്ടറി ആയിട്ട് ഫ്ലജല്ല, സീലിയ ഒക്കെ കാണാം. റിപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അസെക്ഷലി ആൻഡ് സെക്ഷലി, that is by cell fusion and zygote formation. ഈ കാണുന്നതൊക്കെ പ്രോട്ടിസ്റ്റൻസിന് എക്സാമ്പിൾ ആണ്. ലാമിനേറിയ ഡിജിറ്റേറ്റ, സർഗാസം, ക്ലാമിഡോമോണസ്, അൾവ, ട്രിപ്പനസോമ, എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക, ബെലാൻഡിഡം, ദെൻ പാരമീഷ്യം, പ്ലാസ്മോഡിയം. ഇതൊക്കെ എന്താണ്? they are all protistants. ദെൻ കിങ്ഡം പ്രോട്ടിസ്റ്റൻസിന്റെ മെമ്പേഴ്സിലെ മെയിൻ ആയിട്ട് 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. as plant like protist, fungi like protist and animal like protist. Protestant മെമ്പേഴ്സിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. plant like, fungi like and animal like. plant like, fungi like and animal like. plant like protist അല്ലെങ്കിൽ photosynthetic protist എന്ന് പറയുന്നതിലാണ് ഡൈനോഫ്ലജലേറ്റ്സ്, ക്രൈസോഫൈറ്റ ആൻഡ് യുഗ്ലിനോയിഡ്സ്. ഇതൊക്കെയാണ് ഡൈനോഫ്ലജലേറ്റ്സ്, ക്രൈസോഫൈറ്റ്സ് ആൻഡ് യുഗ്ലിനോയിഡ്സ്. they are all photosynthetic protist or plant like protist. ഫഞ്ചൈ ലൈക്ക് പ്രോട്ടിസ്റ്റിൽ വരുന്നതാണ് സ്ലൈമോഡ്സ്. സ്ലൈമോഡ്സ് ഇതിൽ വരുന്നതാണ് ഫഞ്ചൈ ലൈക്ക് പ്രോട്ടിസ്റ്റ്. അനിമൽ ലൈക്ക് പ്രോട്ടിസ്റ്റില്
4 ഗ്രൂപ്പ് വരുന്നുണ്ട്. ഫ്ലജല്ലേറ്റഡ്, സീലിയേറ്റഡ്, അമീബോയിഡ് ആൻഡ് സ്പോറോസോവൻ. അനിമൽ ലൈക്ക് പ്രോട്ടിസ്റ്റിനെയാണ് പ്രോട്ടോസോവൻസ് എന്ന് വിളിക്കുന്നത്. അതിലെ കാറ്റഗറീസ് നോക്കിയാൽ ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻസ്, സീലിയേറ്റഡ് പ്രോട്ടോസോവൻസ്, അമീബോയിഡ് പ്രോട്ടോസോവൻസ് ആൻഡ് സ്പോറോസോവൻസ്. ഫസ്റ്റ് കാറ്റഗറി ക്രൈസോഫൈറ്റ്സ്. ക്രൈസോഫൈറ്റ്സ് ഏതിലാണ്? പ്ലാന്റ് ലൈക്ക് പ്രോട്ടിസ്റ്റിലാണ്. പ്ലാന്റ് ലൈക്ക് പ്രോട്ടിസ്റ്റ്. പ്ലാന്റ് ലൈക്ക് പ്രോട്ടിസ്റ്റ് ആണ് ക്രൈസോഫൈറ്റ്സ്. അതിലെ മെമ്പേഴ്സിനെ ജനറൽ ആയിട്ട് വിളിക്കുന്ന പേരാണ് ഡെസ്മിഡ്സ്. ഡെസ്മിഡ്സ്, ഡയാറ്റംസും ഗോൾഡൻ ആൽഗയും ഒക്കെയാണ് ക്രൈസോഫൈറ്റ്സിലെ മെമ്പേഴ്സ് ആൻഡ് ആർ ജനറലി നോൺ ബൈ ദി നെയിം ഡെസ്മിഡ്സ്. They found in fresh water as well as marine environments. Marine environmentsലും fresh waterലും നമുക്ക് ക്രൈസോഫൈറ്റ്സിനെ കാണാനായിട്ട് സാധിക്കും. They are microscopic and float passively in water currents. ഇങ്ങനെയാണ്, മൈക്രോസ്കോപ്പിക് ആണ്, വെള്ളത്തിൽ കൂടെ ശക്തമായിട്ട് മൂവ് അല്ല, പാസീവ് മൂവ്മെന്റ് ആണ് കാണിക്കുക. ആൻഡ് മോസ്റ്റ് ഓഫ് ദം ആർ ഫോട്ടോസിന്തറ്റിക്. പ്ലാന്റ് ലൈക്ക് ആണെന്ന് പറഞ്ഞിരുന്നു. ക്രൈസോഫൈറ്റ്സിലെ മെജോറിറ്റി മെമ്പേഴ്സ് എന്താണ്? ദേ ആർ ഫോട്ടോസിന്തറ്റിക്. ഇൻ ഡയാറ്റംസ്, ഡയാറ്റംസും ഡെസ്മിഡ്സ് അതുപോലെ ഗോൾഡൻ ആൽഗയാണ് കാണുന്നതെന്ന് പറഞ്ഞു. ഇൻ ഡയാറ്റംസ് ദ സെൽ വാൾ ഫോം ടു തിൻ ഓവർലാപ്പിംഗ് ഷെൽസ്. ഡയാറ്റത്തിന്റെ കേസിൽ സെൽ വാളിൽ 2 തിൻ ഓവർലാപ്പിംഗ് ഷെൽസ് കാണാം. വിച്ച് ഫിറ്റ് ടുഗദർ ആസ് ഇൻ എ സോപ്പ് ബോക്സ്. ഒരു സോപ്പ് ബോക്സിൽ ഇരിക്കുന്ന പോലെ നമുക്ക് കാണാനായിട്ട് പറ്റും. ദ വോൾസ് ആർ എംബഡഡ് വിത്ത് സിലിക്ക. ഇവിടെ വോൾസിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്നത് എന്താണ്? ഇറ്റ് ഈസ് എംബഡഡ് വിത്ത് സിലിക്ക. ആൻഡ് ദസ് ദ വോൾസ് ആർ ഇൻഡിസ്ട്രക്റ്റബിൾ. സിലിക്ക എന്ന് പറയുന്നത് അത്രയും ഹാർഡ് ആയിട്ടുള്ള മെറ്റീരിയൽ, അതുകൊണ്ട് തന്നെ സെൽ വാൾ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് indestructible. Thus, diatoms have left behind large amount of cell wall deposits in their habitat. അതുകൊണ്ട് തന്നെ ഡയാറ്റംസ് ഉള്ള ഏരിയ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഡെപ്പോസിറ്റ്സ് നമുക്ക് കാണാം. And this accumulates over billion of years and it is referred to as diatomaceous earth. ഇങ്ങനെ ഈ ഡെപ്പോസിറ്റ്സ് കിടന്ന് കുറെ നാളുകൾ ഭയങ്കര വലുതാകും. അതിനെയാണ് നമ്മൾ ഡയാറ്റോമീഷ്യസ് എർത്ത്. എന്തായിരിക്കും അതിൽ കൂടുതൽ? ഡയാറ്റോമീഷ്യസ് എർത്തില് സിലിക്ക. ആൻഡ് ബീങ് ഗ്രിറ്റി, ഇതിങ്ങനെ തരിതരിയായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പോളിഷിംഗ്, ഫിൽട്രേഷൻ ഓഫ് ഓയിൽസ് ആൻഡ് സിറപ്പ്. പോളിഷിങ്ങിന് ഓയിൽസിന്റെയും സിറപ്പിന്റെയും ഒക്കെ ഫിൽട്രേഷനും എന്തുപയോഗിക്കുന്നുണ്ട്? ഈ ഡയാറ്റോമീഷ്യസ് എർത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഡയാറ്റംസ് ആർ ദ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് ഓഷൻ. ഓഷനിലെ ചീഫ് പ്രൊഡ്യൂസേഴ്സ് എന്നറിയപ്പെടുന്നത് ഡയാറ്റംസ് ആണ്. ആൻഡ് ദേ ബിലോങ്സ് ടു ഗ്രൂപ്പ് ക്രൈസോഫൈറ്റ്സ്. നോക്കുക, ഡയാറ്റംസിന്റെ എക്സാമ്പിൾ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ്? ആക്ടിനോ ടൈക്കസ് സെനേറിയസ്, ആസ്റ്ററിയോനെല്ലോപ്സിസ് ഗ്ലേഷ്യാലിസ്, ആസ്ട്രോംഫാലസ് ഹെപ്പാറ്റിസ്, ഇതൊക്കെയാണ് എക്സാമ്പിൾ വരുന്നത്. നെക്സ്റ്റ് ഗ്രൂപ്പ് ഈസ് ഡൈനോഫ്ലജലേറ്റ്. അപ്പൊ പ്ലാന്റ് ലൈക്ക് പ്രോട്ടിസ്റ്റിൽ രണ്ടാമത്തെ കാറ്റഗറിയാണ് ഡൈനോഫ്ലജലേറ്റ്സ്. ദേ ആർ മോസ്റ്റ്ലി മറൈൻ ആൻഡ് ഫോട്ടോസിന്തറ്റിക്. മറ്റേത് അക്വാട്ടിക് ആണെന്നേ ഉള്ളൂ. ഇവിടെ എന്താണ്? ദേ ആർ മോസ്റ്റ്ലി മറൈൻ ആൻഡ് photosynthetic. And dinoflagellates appear yellow, green, brown, blue or red depending upon the main pigment present in the cells. സെൽസിൽ കാണപ്പെടുന്ന മെയിൻ പിഗ്മെന്റിനെ അനുസരിച്ച് ഡൈനോഫ്ലജലേറ്റ്സിന്റെ കളർ എന്ന് പറയുന്നത് യെല്ലോ ആകാം, ബ്രൗൺ ആകാം, ഗ്രീൻ ആകാം, ബ്ലൂ ആകാം, റെഡ് ആകാം. ആൻഡ് ദ സെൽ വാൾ ഓഫ് ഡൈനോഫ്ലജലേറ്റ് ഹാസ് സ്റ്റിഫ് സെല്ലുലോസ് പ്ലേറ്റ്സ്. ഇവിടെ നമ്മൾ ക്രൈസോഫൈറ്റ്സ് പറഞ്ഞപ്പോൾ സിലിക്കയാണ് സെൽ വാൾ എന്ന് പറഞ്ഞു. ഇവിടെ എങ്ങനെയാണ്? സെൽ വാളില് സ്റ്റിഫ് ആയിട്ടുള്ള സെല്ലുലോസ് പ്ലേറ്റ്സ് കാണാനായിട്ട് പറ്റും. മോസ്റ്റ് ഡൈനോഫ്ലജലേറ്റ് ഹാവ് 2 ഫ്ലജല്ല. ഡൈനോഫ്ലജലേറ്റ്സ് ആണ്. അപ്പൊ അവിടെ 2 ഫ്ലജല്ലേ കാണാം. വൺ ലൈസ് ലോഞ്ചിറ്റ്യൂഡിനലി ആൻഡ് അതർ, ഒരെണ്ണം ഇങ്ങനെയും ഒരെണ്ണം ഇങ്ങനെയും. അങ്ങനെ 2 ഫ്ലജല്ലയാണ് മെജോറിറ്റിയിലും കാണാം. ഇൻ എ ഫറോ ബിറ്റ്വീൻ ദ വാൾ പ്ലേറ്റ്സ്. റെഡ് ഡൈനോഫ്ലജലേറ്റ്സ് വിച്ച് ഈസ് നോൺ ആസ് ഗോണിയാവുലെക്സ്. എന്താണ്? റെഡ് ഡൈനോഫ്ലജലേറ്റ്സ് ഗോണിയാവുലെക്സ് undergo such rapid multiplication and make the sea appear red and it is called red tide. സി ചിലപ്പോൾ റെഡ് കളറിൽ കാണാം. ഇതിന് കാരണം എന്താ പറയുന്നത്? റെഡ് ഡൈനോഫ്ലജലേറ്റ്സ് ഗോണിയാവുലെക്സിന്റെ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ടോക്സിൻസ് റിലീസ്ഡ് ബൈ റെഡ് ഡൈനോഫ്ലജലേറ്റ്സ് ഇൻ സച്ച് ലാർജ് നമ്പേഴ്സ് മേ ഈവൻ കിൽ അതർ മറൈൻ അനിമൽസ് ആൻഡ് ഫിഷസ്. ഇതാണ് ഡൈനോഫ്ലജലേറ്റ്സ് ഗോണിയാവുലെക്സ് എന്ന് പറയുന്നത്. അതേ കണ്ടോ, ഇവിടെ 2 ഷെല്ല് കൂടിച്ചേരുന്ന ഈ പാർട്ടില് 2 ഫ്ലജല്ലേ കാണാം. ഒരെണ്ണം ലോഞ്ചിറ്റ്യൂഡിനലും ഒരെണ്ണം ട്രാൻസ്വേഴ്സ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. നെക്സ്റ്റ് കാറ്റഗറി അല്ലെങ്കിൽ നെക്സ്റ്റ് പ്ലാന്റ് ലൈക്ക് പ്രോട്ടിസ്റ്റ് ആണ് യുഗ്ലിനോയിഡ്സ്. യുഗ്ലിനോയിഡ്സ്. മെജോറിറ്റി ഓഫ് യുഗ്ലിനോയിഡ്സ് ആർ ഫ്രഷ് വാട്ടർ ഓർഗാനിസം ഫൗണ്ട് ഇൻ സ്റ്റാഗ്നന്റ് വാട്ടർ. മെജോറിറ്റി യുഗ്ലിനോയിഡ്സ് എന്താണ്? ഫ്രഷ് വാട്ടർ ഓർഗാനിസം ആണ്. എവിടെയാണ് കാണപ്പെടുന്നത്? സ്റ്റാഗ്നന്റ് വാട്ടർ, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് കാണുക.
ആൻഡ് ഇൻസ്റ്റെഡ് ഓഫ് സെൽ വാൾ യുഗ്ലിനോയിഡ്സ് ഹാവ് എ പ്രോട്ടീൻ റിച്ച് ലെയർ കോൾഡ് പെല്ലിക്കിൾ. ഇവിടെ സെൽ വാളിന് പകരം ഒരു പ്രോട്ടീൻ റിച്ച് ലെയർ കാണാം, അതിനെയാണ് പെല്ലിക്കിൾ എന്ന് വിളിക്കുന്നത്. വിച്ച് മേക്സ് ദെയർ ബോഡി ഫ്ലെക്സിബിൾ, അത് അവരുടെ ബോഡി ഫ്ലെക്സിബിലിറ്റിക്ക് കാരണമാകും. യുഗ്ലിനോയിഡ്സിനും രണ്ട് ഫ്ലജല്ല ഉണ്ട്, വൺ ഷോർട്ട് ആൻഡ് എ ലോങ് വൺ. They're also photosynthetic. When sunlight is available, and when deprived of sunlight, they behave like heterotrophs. And the pigments of euglenoids are identical to those present in higher plants. Higher plants കാണപ്പെടുന്ന പോലെ തന്നെയാണ് യുഗ്ലിനോയിഡ്സിലും പിഗ്മെന്റ്സ് കാണപ്പെടുന്നത്. ഇതാണ് യുഗ്ലിനയുടെ അനാട്ടമി. രണ്ട് ഫ്ലജല്ല കാണാനായിട്ട് പറ്റും. ക്ലോറോപ്ലാസ്റ്റ് പിഗ്മെന്റ് ഒക്കെ പ്രസന്റ് ആയിരിക്കും. ഇതിന് ഔട്ടർ ലെയർ പെല്ലിക്കിൾ ഒക്കെ നമുക്ക് കാണാം. നെക്സ്റ്റ് ഈസ് സ്ലൈം മോൾഡ്. സ്ലൈം മോൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫഞ്ചൈ ലൈക്ക് പ്രോട്ടിസ്റ്റ്. ആണ് സ്ലൈം മോൾഡ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദേ ആർ സാപ്രോഫൈറ്റിക് പ്രോട്ടിസ്റ്റ്. അവരെന്താണ്? ദേ ആർ സാപ്രോഫൈറ്റിക് പ്രോട്ടിസ്റ്റ്. Under suitable conditions, slime molds form an aggregation called a plasmodium, which may grow and spread over several feet. Slime molds saprophytic ആണ്, അതായത് ഡെഡ് ഡീകമ്പോസിഷൻ മാറ്ററിലാണ് ഡിപ്പെൻഡ് ചെയ്യുക. ആൻഡ് അണ്ടർ സ്യൂട്ടബിൾ കണ്ടീഷൻ ദി സ്ലൈം മോഡ്സ് ഫോംസ് ആൻ അഗ്രിഗേഷൻ. സ്യൂട്ടബിൾ കണ്ടീഷൻസിൽ സ്ലൈം മോഡ്സ് ഇതുപോലെ അഗ്രിഗേറ്റ്സ് ഫോം ചെയ്യും. അതിനാണ് പ്ലാസ്മോഡിയം എന്ന് പറയുന്നത്. അത് നല്ല ഹൈറ്റിലൊക്കെ വളരുമെന്നാണ് പറയുന്നത്. And during unfavorable conditions, the plasmodium differentiates and forms fruiting bodies bearing spores at their tips. Unfavorable conditions പ്ലാസ്മോഡിയം ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഫ്രൂട്ടിംഗ് ബോഡീസ് ഫോം ചെയ്യും. അതിന്റെ ടിപ്പിൽ എന്തുണ്ട്? സ്പോർസ് കാണാനായിട്ട് പറ്റും. The spores possess true walls. സ്പോർസിന് എന്തുണ്ട്? ട്രൂ ആയിട്ടുള്ള വോൾ ഉണ്ട്. And the spores are extremely resistant and survive for many years even under adverse conditions. സ്പോർസിന്റെ പ്രത്യേകത, they are extremely resistant and can survive for many years even under adverse condition. The spores are dispersed by air current. Spores നെ ഡിസ്പേഴ്സിന് ഹെൽപ്പ് ചെയ്യുന്നത് എയർ ആണ്.